ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഈ നിലയിൽ ഒന്നിച്ചു കൂടുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാം ഓർത്തതുപോലെ നാം കഴിഞ്ഞ ചില ആഴ്ചകൾ, ചില ക്ലാസ്സുകൾ റോമാലേഖനത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 6ാമത്തെ ക്ലാസ്സാണ്. ശരിയാണ്. നാം 1ാം അധ്യായത്തിൽ നിന്നും സുവിശേഷം സംബന്ധിച്ചുള്ള സത്യങ്ങൾ കണ്ടാണ് നാം ആരംഭിച്ചത്. അതിനുശേഷം 2, 3 അധ്യായങ്ങൾ, 1, 2, 3 അധ്യായങ്ങളിൽ നിന്നും പൗലോസ് പാപം സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. 3ാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 4ാം അധ്യായത്തിൽ നിന്നും വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് നാം കണ്ടു. പിന്നീട് 5ാം അധ്യായത്തിൽ ആ, ആ നീതീകരണത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ ഒടുവിലായിട്ട് നാം 6ാം അധ്യായത്തിന്റെ ആദ്യത്തെ 14 വാക്യങ്ങളിൽ നിന്നും വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള സത്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. നാം ഈ 6 അധ്യായങ്ങൾ നോക്കിയപ്പോൾ അങ്ങനെ 6 അധ്യായം എല്ലാം നോക്കിപ്പോയായിരുന്നില്ല. അതിലെ പ്രധാന വിഷയം നാം കണ്ട് അതിൽ നിന്നും അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കണ്ട് നാം മുൻപോട്ട് പോവുകയായിരുന്നു. ആ നിലയിലാണ് നാം ഇന്നും വചന പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. 7ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 7ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 7ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലമൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ഒരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇപ്പോഴോ നാം ആ, പിടിച്ചടക്കിയിരുന്ന നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നും കർത്താവ് നമുക്ക് നൽകിയ വിടുതലും കർത്താവിനോട് എങ്ങനെ നാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, ആ നിലയിൽ ആ ബന്ധം നിമിത്തം നാം ദൈവത്തിന് ഫലം കായ്ച്ചുകൊണ്ട് ഫലകരമായിട്ടുള്ള ഒരു ജീവിതം, ഒരു സേവനം കഴിക്കേണ്ടതിനുള്ള ആഹ്വാനമാണ്, ഉപദേശമാണ് നമുക്ക് ഈ 6 വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 6 വാക്യങ്ങൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: 2 ഭർത്താക്കന്മാരും ഒരു ഭാര്യയും. 2 ഭർത്താക്കന്മാരും ഒരു ഭാര്യയും. ഈ തലക്കെട്ട് ഈ ഭാഗത്തിന് ഞാൻ ചെറുപ്രായത്തിൽ കേട്ട ഒരു തലക്കെട്ടാണ്. എൻ്റെ പിതാവ് മദ്രാസിലായിരുന്നു, ഇപ്പൊ ചെന്നൈ ആണല്ലോ. ചെന്നൈയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവധിക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ പ്രൈമറി സ്റ്റഡീസ് ഒക്കെ ചെന്നൈയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയോടൊപ്പം കുളനടയാണ് വളർന്നത്. അപ്പോൾ ഫാദർ, അച്ചാച്ചൻ ചെന്നൈയിൽ നിന്നും ഇവിടെ കുളനട എത്തുമ്പോൾ, അവധി സമയത്ത് വരുമ്പോൾ
എന്നെ പിടിച്ചിരുത്തി ദൈവവചനത്തിലെ ഏതെങ്കിലുമൊക്കെ ഭാഗം പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക സാധാരണമായിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കുക സാധാരണമായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ എന്നോടൊരു ചോദ്യം ചോദിച്ചു. നിനക്ക് രണ്ട് ഭർത്താക്കന്മാരുടെയും ഒരു ഭാര്യയുടെയും കഥ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല. അവൾ പറഞ്ഞു വേദപുസ്തകം എടുത്തോണ്ട് വാ. അപ്പൊ ഞാൻ വിചാരിച്ചു വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് രണ്ട് ഭർത്താക്കന്മാരുള്ള ഏതെങ്കിലും കഥ ഉണ്ടാകും, അങ്ങനെയുള്ള കഥ വല്ലതും കാണിച്ച് എന്തെങ്കിലും ആത്മീയ പാഠം പഠിപ്പിക്കാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ വേദപുസ്തകം എടുത്തോണ്ട് വരുമ്പോൾ എന്നെ കസാരയിൽ ഇരുത്തി റോമാലേഖനം 7-ാം അധ്യായം തുറക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഈ 7-ാം അധ്യായം വായിച്ചിട്ട് ഈ ഭാഗം വിശദീകരിക്കും. ഇവിടെ കാണുന്നത് രണ്ട് ഭർത്താക്കന്മാരും ഒരു ഭാര്യയും. ഏതാണ് രണ്ട് ഭർത്താക്കന്മാർ? ഒന്ന് ന്യായപ്രമാണം, രണ്ട് ക്രിസ്തു, ഭാര്യ നാം വിശ്വാസികൾ. അപ്പോൾ ആ നിലയിൽ ഇത് വിശദീകരിക്കുന്നത് ചെറുപ്രായത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ ഭാഗമൊക്കെ പഠിപ്പിക്കുമ്പോൾ അതേ തലക്കെട്ട് തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. രണ്ട് ഭർത്താക്കന്മാരും ഒരു ഭാര്യയും, അല്ലെങ്കിൽ ന്യായപ്രമാണം, ക്രിസ്തു, വിശ്വാസികൾ. ഇവയൊക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നാം ആയിരിക്കുന്ന പുതിയ ബന്ധം ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് എന്നുള്ള സംഗതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ കാര്യം നാം മനസ്സിൽ വെച്ചുകൊണ്ട് തുടർന്നുള്ള വേദഭാഗങ്ങൾ ആ വേദഭാഗം നമുക്ക് ചിന്തിക്കാം. നാം ഈ 7-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു വാക്ക് ആവർത്തിച്ചാവർത്തിച്ച് വരുന്നത് ന്യായപ്രമാണം എന്നുള്ള വാക്കാണ്. ആ ന്യായപ്രമാണം, ദ ലോ, ഏതാണ്ട് 23 പ്രാവശ്യം ആ പ്രയോഗം വരുന്നുണ്ട്. 23 പ്രാവശ്യം. വേറെയും ചില വാക്കുകൾ ആവർത്തിച്ച് വരുന്നതുണ്ട്. എന്നാൽ നാം ഇപ്പോൾ കാണുന്നത് ന്യായപ്രമാണം എന്നുള്ള ആ പ്രയോഗം. അതുകൊണ്ട് 23 പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അതാണ് ഇതിലെ വിഷയം. അതിൽ നിന്നുള്ള വിടുതലാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഓർപ്പിച്ചതുപോലെ അതാണ് ആദ്യത്തെ ഭർത്താവ്. എന്നാൽ അതിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കർത്താവിനോട് നാം ഇപ്പോൾ ചേർന്നു. എന്തിനായി? ഫലകരമായ ജീവിതം ജീവിക്കേണ്ടതിന്. 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന്. ദൈവത്തിന് ഫലം കായ്ക്കുമാർ. അപ്പോൾ ഫലകരമായ ജീവിതം വിശ്വാസികൾ ജീവിക്കണം. അതിനാധാരമായിട്ടുള്ള ഉപദേശമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഫലകരമായ ജീവിതം നമുക്കുണ്ടാകുവാൻ ആവശ്യമുണ്ട്. ആ ഫലത്തെക്കുറിച്ചും ആ ബന്ധങ്ങളിലുള്ള വേർപാടും അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഈ വിഷയത്തിന്റെ ക്രമം, അല്ലെങ്കിൽ പൗലോസ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ക്രമം നാം ഒന്ന് ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ട്. ആദ്യം നാം പാപത്തെക്കുറിച്ചാണ് കണ്ടത്. അതിൽ നിന്നുള്ള വിടുതൽ നാം പിന്നീട് കണ്ടു, അല്ലെങ്കിൽ നീതീകരണം. അപ്പോൾ അതിനുശേഷം നാം കണ്ടത് വിശുദ്ധീകരണം, 6-ാം അധ്യായം. അപ്പോൾ വിശുദ്ധിയുടെ കാര്യം, നാം വിശുദ്ധി ഉള്ളവരായിരിക്കണം എന്ന കാര്യം 6-ാം അധ്യായത്തിൽ വിശദീകരിച്ചതിന് ശേഷമാണ് 7-ാം അധ്യായത്തിൽ ഫലകരമായിട്ടുള്ള ജീവിതം ജീവിക്കണമെന്നുള്ള കാര്യം പറയുന്നത് നാം കാണുന്നത്. അവിടെ നാം ഒരു ക്രമം നാം കാണുന്നുണ്ട്. വിശുദ്ധി ജീവിതത്തിൽ ഉള്ളവർക്ക് ഫലകരമായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ സാധിക്കും. അശുദ്ധി നമ്മുടെ ജീവിതത്തിലെ കളസമാനമാണ്. കളകളാണത്. ആവശ്യമില്ലാത്ത വളർച്ചകളാണവ. വിശുദ്ധീകരണം അവയെ നീക്കുന്നതാ. ഒരു പുരയിടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വയലിൽ നിന്ന് നാം കള നീക്കം ചെയ്യുമ്പോൾ അത് അതിലെ നല്ല വിത്തുകൾക്ക് ഫലം ചെയ്യുന്നതാ. ഫലകരമായി അത് തുടരുവാൻ ഇടയാക്കുന്നതാ. ഫലം അധികം കിട്ടുവാൻ ഇടവരുത്തുന്നതാ. അപ്പോൾ കള നീക്കുന്നത് ഫലകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ വിശുദ്ധീകരണം, 6-ാം അധ്യായത്തിൽ വിശുദ്ധീകരണമാണല്ലോ നാം കണ്ടത്. വിശുദ്ധീകരണം ഫലകരമായ ജീവിതത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ ദൈവത്തിന് ഫലം കായ്ക്കുമാറ് എന്നുള്ള വിഷയം നമ്മുടെ മുൻപാകെ കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ക്രമമാണ്. ആ ക്രമം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൗലോസ് ഓരോ കാര്യങ്ങളും നമ്മുടെ മുൻപാകെ കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം ഒരു ക്രമം നാം കാണുന്നുണ്ട്.
ആദ്യത്തെ അധ്യായങ്ങളുടെയും ക്രമം ഞാൻ മുൻപ് പറഞ്ഞിരിക്കാം, ആ വിഷയങ്ങളുടേത്. പാപം, അതിനുശേഷം നീതീകരണം, അതിനുശേഷം വിശുദ്ധീകരണം. ആദ്യത്തെ 6 അധ്യായങ്ങളിലാണോ നാം കണ്ടത്. പാപം, പിന്നീട് അതിൽ നിന്നുള്ള വിടുതൽ, നീതീകരണം, അതിനുശേഷം വിശുദ്ധീകരണം. ആദ്യത്തെ 3 പുസ്തകങ്ങൾ നോക്കുക തിരുവചനത്തിൽ. ഇത് ആദ്യത്തേത് ആ ഉൽപ്പത്തി പുസ്തകം. അവിടെ നാം പാപത്തിന്റെ ആരംഭം കാണുന്നു. അതിന്റെ ഒടുവിൽ യോസെഫ് മരിച്ച അവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പാപവും മരണവും. ഇനിയും പുറപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടെടുപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആവർത്തിച്ച് നാം കാണുന്ന വിഷയം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധി അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കുക, ഉൽപ്പത്തി പാപം, പുറപ്പാട് വിടുതൽ, ലേവ്യ പുസ്തകം വിശുദ്ധി. ക്രമലേഖനത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ അതേ ക്രമമാണ് നാം കണ്ടത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ പാപം, 4, 5 അധ്യായങ്ങളിൽ വിടുതൽ അല്ലെങ്കിൽ നീതീകരണം, 6-ാം അധ്യായം വിശുദ്ധി. 6 മുതൽ 8 വരെ വിശുദ്ധിയാണ് വാസ്തവത്തിൽ. അപ്പോൾ ആദ്യ പുസ്തകങ്ങളുടെ ആ ക്രമം ഈ റോമാലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് 6, 7 അധ്യായങ്ങളുടെ ആ ക്രമമാണ്. 6-ാം അധ്യായത്തിൽ വിശുദ്ധി. വിശുദ്ധി കള നീക്കുന്നതിന് സമാനമാണ്. വയലിൽ നിന്നത് കള നീക്കുന്നതിന് സമാനമാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ കളകൾ, ആവശ്യമില്ലാതെയുള്ള ആ വളർച്ചകൾ, ദുഷ്ടതകൾ, പാപം, ഇവയൊക്കെ നാം നീക്കം ചെയ്യുമ്പോൾ അത് ഫലകരമായ ജീവിതത്തിലേക്ക് വഴി നടത്തും. ദൈവത്തിന് ഫലം കായ്ക്കുമാർ. ഇനി നാം ഈ അധ്യായത്തിൽ വായിച്ച ഈ വേദഭാഗത്ത് എന്താണ് പൗലോസ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1-ാം വാക്യത്തിലേക്ക് നോക്കുക. 2 പ്രാവശ്യം ന്യായപ്രമാണം എന്ന പ്രയോഗം നാം കാണുന്നു. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സാധാരണ ന്യായപ്രമാണം എന്നുള്ള വാക്ക് നാം കേൾക്കുമ്പോൾ മോശ മുഖാന്തരം ദൈവം നൽകിയ ന്യായപ്രമാണമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. എന്നാൽ ഈ ഭാഗത്ത് 1-ാം വാക്യത്തിൽ ന്യായപ്രമാണം എന്നുള്ള ആ പ്രയോഗം മോശൈക ന്യായപ്രമാണത്തെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്. സാധാരണ മോശൈക ന്യായപ്രമാണത്തെ കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ദ ലോ എന്നാണ് പറയാറുള്ളത്. ആ ദ ആർട്ടിക്കിൾ അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ അതില്ലാതെയാണ് ഈ 1-ാം വാക്യത്തിലെ ന്യായപ്രമാണം എന്നുള്ള പ്രയോഗങ്ങൾ മറ്റു ഭാഷകൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കാണിക്കുന്നത് ഇവിടെ ന്യായപ്രമാണം എന്ന് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മോശൈക ന്യായപ്രമാണത്തെ കുറിച്ചല്ല, പിന്നെ പൊതുപ്രമാണം, പൊതു നിയമങ്ങൾ. ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും ആ ദേശത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള നിയമങ്ങളെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. നാം ഓർക്കേണ്ടത്, റോമക്കാർ പ്രധാനമായി യഹൂദന്മാരല്ല, ജാതികളാണ്. അവർക്കാണ് ഇത് എഴുതുന്നത്. മാത്രമല്ല ഈ റോമക്കാരുടെ മധ്യേ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ സഭയിൽ നാം 16-ാം അധ്യായം വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസികളുടെ ഒക്കെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൗലോസ് അവർക്കൊക്കെ വന്ദനം പറയുന്നത് നാം കാണുന്നുണ്ട്. കുറെ യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പ്രധാനമായിട്ടും ജാതികളായിരുന്നു ആ സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോ ജാതികളായ അവരോട് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രമാണങ്ങൾ അറിയാവുന്നവരാ, നിയമങ്ങൾ അറിയാവുന്നവരാ, ജീവനോടിരിക്കുന്ന കാലമൊക്കെയും പ്രമാണത്തിന്റെ, നിയമത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം താൻ പറയുകയാണ്. ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ, ഒരു മനുഷ്യന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ, നാം ഒരു രാജ്യത്ത് ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. ജീവനോട് ആ രാജ്യത്തിരിക്കുന്ന കാലത്തൊക്കെയും ആ രാജ്യത്തിലെ നിയമങ്ങൾക്ക് അധീനരാ. അതിൽ നിന്നൊരു വിടുതൽ വരണമെങ്കിൽ മരണമുണ്ടാവണം, അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്നും മറ്റെവിടെങ്കിലും പോകണം. ആ രാജ്യത്തിൽ നിന്നും മറ്റെവിടെങ്കിലും പോയാൽ ഏത് രാജ്യത്തിൽ ചെന്നോ അവിടുത്തെ നിയമങ്ങൾക്കാണ് പിന്നെ അധീനനായിരിക്കുന്നത്. മുൻപായിരുന്ന ആ രാജ്യത്തിൽ പിന്നെ അവിടുത്തെ നിയമങ്ങൾക്ക് പിന്നെ അധീനരല്ല.
അപ്പോൾ ആ കാര്യമാണ് ഒന്നാം വാക്യത്തിൽ പറയുന്നത്. മരണമാണ് ഒരു രാജ്യത്തിലെ നിയമത്തിൽ നിന്നും ഒരുവന് വിടുതൽ നൽകുന്നത്. അത് നിങ്ങൾക്കറിയാം. ന്യായപ്രമാണം അല്ലെങ്കിൽ പൊതുപ്രമാണങ്ങൾ, പൊതു നിയമങ്ങൾ അറിയുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. റോമ എന്ന് പറയുമ്പോൾ അക്കാലത്തെ ഉന്നതമായിട്ടുള്ള നമ്മുടെ ലോകത്തിന്റെ തന്നെ ഒരു തലസ്ഥാനമെന്ന് നമുക്ക് പറയാമല്ലോ. റോമക്കാരാണ് ഭരിച്ചിരുന്നത്. അവരുടെ തലസ്ഥാനമായിരുന്നു റോം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഭയ്ക്കാണ് ഈ എഴുതുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നവരും അഭ്യസ്ത വിദ്യരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അറിവുള്ളവരായിരുന്നു, കാര്യങ്ങൾക്ക് ഗ്രാഹ്യമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം അറിയുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഒരുവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നിയമത്തിന് അവന്റെ മേൽ അവകാശമുണ്ട്, അവന്റെ മേൽ അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്നും വിടുതൽ എങ്ങനെ പ്രാപിക്കുന്നു? ജീവിച്ചിരിക്കുന്നിടത്തോളം എന്നുള്ള പ്രയോഗം നമ്മെ ഓർപ്പിക്കുന്നത് മരണമാണ് അതിൽ നിന്നും വിമുക്തി നൽകുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ആ രാജ്യത്തിൽ നിന്നും വിട്ട് വേറൊരു രാജ്യത്ത് പോയാലും ആ രാജ്യത്തെ ന്യായത്തിൽ നിന്നും നിയമത്തിൽ നിന്നും വിടുതൽ ലഭിക്കും. എന്നാൽ പൗലോസ് തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾക്കൊരു ഒരുക്കം എന്നുള്ള നിലയിലാണ് ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും അല്ലെങ്കിൽ മരണം വരെ എന്നവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാം വാക്യത്തിൽ ആ പൊതു നിയമത്തിന്റെ പരിധി പൗലോസ് വ്യക്തമാക്കുകയാണ്. മരണം വരെ അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നിടത്തോളം അവൻ പ്രമാണങ്ങൾക്ക് അധീനനാണ്. അടുത്തതായിട്ട് 2-3 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. 2-3 വാക്യങ്ങൾ അവിടെ നാം നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഭർതൃപ്രമാണത്തെക്കുറിച്ച് പൗലോസ് പറയുന്നതാണ്. ഭർതൃപ്രമാണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുപ്രമാണം മനസ്സിൽ വെച്ചുകൊണ്ടാവാം. പൊതുപ്രമാണങ്ങളിലും അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രമാണത്തിലും ഭാര്യ ഭർത്തൃ പ്രമാണങ്ങളൊക്കെ ഉണ്ടല്ലോ. പൊതുന്യായത്തിലും ന്യായപ്രമാണത്തിലുമുണ്ട്. എല്ലാത്തെയും പൊതുവെ ഉദ്ദേശിച്ചായിരിക്കാം ഈ 2-3 വാക്യങ്ങളിൽ ന്യായപ്രമാണം എന്ന് താൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ: ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ എന്ന് വെച്ചാൽ ഭർതൃപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർതൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭർതൃ നിയമത്തിൽ നിന്ന് സ്വതന്ത്ര ആകുന്നു. ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ ഭർതൃ പ്രമാണം സംബന്ധിച്ചുള്ള നിയമമാണ്. ഇവിടെ താൻ പ്രധാനമായി പറയുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മരണം. ഒന്നാം വാക്യത്തിൽ പറഞ്ഞു ജീവിച്ചിരിക്കുന്നിടത്തോളമാണ് ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിയുടെ മേൽ അധികാരമുള്ളത് എന്ന്. ആ ന്യായപ്രമാണം എന്നവിടെ ഞാൻ പറഞ്ഞത് ഒരു ലോകത്തിലെ അല്ലെങ്കിൽ ഒരു ദേശത്തെ നിയമം. ഇനി 2-3 വാക്യങ്ങളിൽ ഭർതൃന്യായപ്രമാണം സംബന്ധിച്ചത് താൻ പ്രായോഗികമാക്കുക. അല്ലെങ്കിൽ ഭർതൃപ്രമാണത്തിൽ നിന്നും വിടുതൽ വരുന്നത് മരണത്താൽ മാത്രം. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോ, അല്ലെങ്കിൽ ഇവിടെ ഭർത്താവ് എന്നുള്ള കാര്യമാണ് പറയുന്നത്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ വേറൊരുവനായാൽ വ്യഭിചാരിണി എന്ന പേർ വരും. അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ബന്ധമല്ല, വ്യഭിചാരത്തിന് തുല്യമാണത്. മറ്റൊരു കാര്യം ഇടയ്ക്ക് പറയുവാനായിട്ട് ആവശ്യമുള്ളത് ഇതാണ്: ഈ വാക്യങ്ങൾ നോക്കുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധം മരണത്താൽ അല്ലാതെ മാറുന്നില്ല എന്നുള്ളത് പൗലോസ് വ്യക്തമാക്കുകയാണ്. 2-3 വാക്യങ്ങളിൽ ന്യായപ്രമാണമാവട്ടെ അല്ലെങ്കിൽ പൊതുപ്രമാണമാവട്ടെ എന്തു തന്നെയുമാവട്ടെ പൗലോസ് പറയുന്നത്, ഇവിടെ നാം നോക്കുമ്പോൾ മരണം മാത്രമാണ് ഭാര്യ ഭർത്തൃബന്ധത്തെ വിടർത്തുന്നത് എന്നുള്ളത് വ്യക്തമായി പൗലോസ് പറയുക. ഞാനത് ഊന്നി പറയുവാൻ കാരണം, ഇടയ്ക്ക് കയറി പറയുവാൻ കാരണം, ഈ കാലത്ത് ആ കാര്യം സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾക്ക്, ഉപദേശങ്ങൾക്ക് ഒത്തിരി വ്യത്യാസവും ലാഘവബുദ്ധിയോടെ ആ കാര്യങ്ങളെ കണ്ട് സ്വന്തം സൗകര്യങ്ങൾക്കും പല കാര്യങ്ങൾ
ആ ഉൾക്കൊള്ളിക്കുവാനുള്ള ആ വ്യഗ്രതയിൽ ആ പ്രമാണത്തെ അല്ലെങ്കിൽ ഉപദേശത്തെ വളരെ ആ, ആ, ലാഘവ ബുദ്ധിയോടെ ആ, കൈകാര്യം ചെയ്യുന്ന രംഗങ്ങൾ പലയിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നാം ഒന്ന് ഓർക്കേണ്ടത്, നാം ചിന്തിക്കുന്ന ഈ വാക്യങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണ്. വേറെയും വാക്യങ്ങളുണ്ട്, എന്നാൽ നാം ഈ ഭാഗമാണല്ലോ ചിന്തിക്കുന്നത്. മരണമല്ലാതെ ആ ബന്ധത്തെ മാറ്റുന്ന, ഭാര്യ ഭർത്തൃ ബന്ധത്തെ മാറ്റുന്ന മറ്റൊന്നുമില്ല. മരണം മാത്രമാണ് അത് വിടർത്തുന്നത്, അത് മാറ്റുന്നത്. അല്ലാത്ത പക്ഷം, അതിൽ ഭാര്യയോ ഭർത്താവോ ജീവിക്കുന്ന പക്ഷം, ആ ഭാര്യയോ ഭർത്താവോ മറ്റൊരുവനായാൽ അതൊരു വ്യഭിചാര ബന്ധം പോലെയാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മരണമാണ് ആ ബന്ധത്തെ മാറ്റുന്നത്, ആ ബന്ധത്തിൽ നിന്നും റിലീസ് നൽകുന്നത്. ഇനിയും പൗലോസ് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക്, വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ താൻ അപ്ലൈ ചെയ്യുക. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാം നോക്കുമ്പോൾ ന്യായപ്രമാണം എന്നുള്ള വാക്ക് വീണ്ടും നാം കാണുന്നു. എന്നാൽ ഇവിടെ ന്യായപ്രമാണം എന്ന വാക്ക് നിശ്ചയമായിട്ടും മോശയിക പ്രമാണത്തെ കുറിക്കുന്നതാണ്, അല്ലെങ്കിൽ മോശയിക ന്യായപ്രമാണത്തെ കുറിക്കുന്നതാണ്. പൗലോസ് 4-ാം വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ എന്നുള്ള വിളിയോടെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എന്നിട്ട് താഴേക്ക് വരുമ്പോ ന്യായപ്രമാണത്തിൽ നിന്നും നമുക്കെങ്ങനെ വിടുതൽ വന്നു എന്നുള്ള കാര്യം പൗലോസ് വ്യക്തമാക്കുക. 1-ാം വാക്യത്തിൽ പൊതു പ്രമാണം താൻ പറഞ്ഞു, മരണമാണ് നിയമത്തിൽ നിന്ന് നമുക്ക് വിമുക്തി നൽകുന്നത്. 2, 3 വാക്യങ്ങളിൽ ആ ഭർത്തൃ പ്രമാണം, ഭർത്തൃ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. അതിനും മരണമാണ്, അതിന്റെ ആ ബന്ധത്തിനും അറുതി വരുത്തുന്നത് എന്ന് നാം കണ്ടു. ഇനിയും ആ പറഞ്ഞ വസ്തുതകൾ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള നമ്മുടെ ബന്ധത്തിലേക്ക് പൗലോസ് കൊണ്ടുവരികയാണ്. ഈ ഭാഗം നാം നോക്കിയാൽ 3 കാര്യങ്ങൾ ഈ ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതൽ സംബന്ധിച്ച് പൗലോസ് പറയുന്നത് നാം കാണുന്നുണ്ട്. 3 കാര്യങ്ങൾ. ഒന്നാമതായി, ഈ വിടുതലിന് മുഖാന്തരം ആ ന്യായപ്രമാണത്തിൽ നിന്ന്, ഇവിടെ മോശയിക ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ള ആ വിടുതലിന് മുഖാന്തരം. രണ്ടാമതായി, ആ വിടുതൽ വരുത്തിയ വ്യതിയാനം. മൂന്നാമതായി, ആ വിടുതലിന്റെ ഉദ്ദേശം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് മുഖാന്തരം നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്നും വിടുതൽ ഉണ്ടായി. ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു വിശദീകരണം ആവശ്യമാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചു, ഇത് വായിക്കുന്ന വിശ്വാസികൾ മിക്കവരും ജാതികളാണ്. അവർക്കെന്താ ന്യായപ്രമാണവുമായിട്ട് ഇത്ര ബന്ധം? അവർ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നുവോ? അവരോടെന്തിനാണ് നമ്മെ ന്യായപ്രമാണത്തിൽ നിന്നും വിടുവിച്ചു എന്ന് പൗലോസ് പഠിപ്പിക്കുന്നത്? അവർക്കെന്താണ് മോശയിക ന്യായപ്രമാണവുമായി ബന്ധം? അത് യഹൂദന്മാർക്കല്ലേ? എങ്ങനെ ജാതികൾക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം? നാം ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാ, ദൈവം ന്യായപ്രമാണം യഹൂദന് നൽകിയപ്പോ അത് യഹൂദന്റെ അതിരുകളിൽ മാത്രം നിൽക്കുവാൻ നൽകിയതായിരുന്നില്ല. യഹൂദനെ ലോകത്തിന്റെ വെളിച്ചമായി, ജാതികൾക്ക് വെളിച്ചമായി ദൈവം നിർത്തിയതാ. അതിന് ദൈവത്തിന്റെ വചനം, തന്റെ പ്രമാണം അവരുടെ കൈകളിൽ നൽകി, അവരുടെ അരുളപ്പാടുകൾ അവരുടെ കൈകളിൽ നൽകി. എന്നാൽ അവർ ആ കാര്യത്തിൽ, വെളിച്ചം നൽകുന്ന കാര്യത്തിൽ പരാജിതരായി. അപ്പോൾ സകലർക്കും വെളിച്ചമാകുക എന്നുള്ളതായിരുന്നു യഹൂദനെ, ഇസ്രയേലിനെ ദൈവം അബ്രഹാമിൽ തിരഞ്ഞെടുത്തതും അവർക്ക് അരുളപ്പാടുകൾ അവരുടെ കരങ്ങളിൽ നൽകിയതിലും ദൈവിക ഉദ്ദേശം. ആ നിലയിൽ ജാതികളെയും ദൈവം മുൻകണ്ടിരുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരിക. 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നോക്കുക. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്ന് വെച്ചാൽ
ന്യായപ്രമാണം പറയുന്നത് പ്രഥമമായിട്ട് ന്യായപ്രമാണത്തിന് കീഴുള്ളവർ എന്ന് വെച്ചാൽ ഇസ്രയേലിന്. ന്യായപ്രമാണത്തിന് കീഴുള്ളവർ എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെയാണല്ലോ കാണിക്കുന്നത്. അവർക്കാണത് പ്രഥമമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത പ്രയോഗം നോക്കുക. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതത്രേ. ഇവിടെ നാം നോക്കുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല, പിന്നെ സകല ലോകവും. 19ന്റെ ആരംഭത്തിൽ നാം കാണുന്നത് ദൈവം അരുളപ്പാടുകൾ ഇസ്രയേലിന് നൽകി. അപ്പോൾ അത് അവർക്കുള്ളതാണ്, പ്രഥമമായി അവർക്കുള്ളതാണ്. എന്നിട്ട് തൊട്ടു പിന്നാലെ പറയുന്നത് ലോകമൊക്കെയും ദൈവസന്നിധിയിൽ ആ പാപികളെന്ന്, ആ കൊള്ളരുതാത്തവരെന്ന്, ശിക്ഷായോഗ്യരെന്ന് വരേണ്ടതിനത്രേ. ഇസ്രയേലിനാണ് അരുളപ്പാടുകൾ നൽകിയതെങ്കിൽ ജാതികളെക്കുറിച്ച്, ലോകത്തെ മുഴുവനെയും കുറിച്ചും എങ്ങനെ അത് പറയുവാൻ സാധിക്കും? ഈ ഭാഗം ഞാൻ വിശദീകരിച്ചപ്പോൾ ഈ ഉദാഹരണം ഞാൻ പറഞ്ഞുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ ഉദാഹരണം ഇതാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നാം ചോറുണ്ടാക്കുമല്ലോ. ആ വെള്ളം അടുപ്പത്ത് വെച്ച് നാം ചോറിടും, അരിയിടും. അരിയിട്ട് അത് വേകുന്ന സമയമാകുമ്പോഴേക്കും അത് വെന്തോ എന്ന് നോക്കുവാനായിട്ട് നാം എന്ത് ചെയ്യും? ആ ഒരു സ്പൂൺ എടുത്ത് അതിൽ ഒരരി എടുത്ത്, അല്ലെങ്കിൽ അല്പം അരി എടുത്ത് ഒരെണ്ണം കയ്യിലെടുത്ത് ഒന്ന് ഞെക്കി നോക്കും. ഭവനങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണല്ലോ, നമുക്കെല്ലാം അറിയാം. ഒന്ന് സാമ്പിൾ ഒന്ന് ഞെക്കി നോക്കും. ആ പാത്രത്തിലെ എല്ലാ ചോറും ഞെക്കി നോക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. അത് സാമ്പിളാ. ഒന്ന് വെന്തതാണെങ്കിൽ അതിന്റെ അർത്ഥം അതെല്ലാം വെന്തതാണെന്ന്. ആ കാര്യമാണ് 3:19 പൗലോസ് പറയുന്നത്. ഇത് യഹൂദന് നൽകിയതാ. അത് പറയുന്നത് ആ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാ. എന്നാൽ അവർ പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടത് എന്തിനെ കാണിക്കുന്നു? സകല ലോകവും ശിക്ഷായോഗ്യരാണ് എന്നുള്ളത്. ഇസ്രയേൽ പരാജയപ്പെട്ടാൽ അതിന്റെ അർത്ഥം സകലരും പരാജയപ്പെട്ടതാ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്ത സാമ്പിൾ അവർ തന്നെ പരാജയപ്പെട്ടു എങ്കിൽ സകല ലോകവും ശിക്ഷായോഗ്യരാ, സകലരും പാപികളാ. ആ കാര്യമാണ് അവിടെ പറയുന്നതായി നാം കാണുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ദൈവം ഇസ്രയേലിന് ആ കൽപ്പനകൾ നൽകിയെങ്കിലും അവരുടെ അതിരുകളിൽ നിൽക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല അത് നൽകിയത്. പിന്നെ അവരിലൂടെ സകലരിലേക്കും എത്തുവാൻ വേണ്ടിയായിരുന്നു. ആ നിലയിൽ റോമക്കാരും ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ആ ന്യായപ്രമാണവുമായി ബന്ധമുള്ളവരായിരുന്നു. ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ കേവലം ഒരു കൂട്ടർക്ക് മാത്രമായിരുന്നില്ല, സകലരെയും ബാധിക്കുന്നതായിരുന്നു. ഉത്സവങ്ങൾ തുടങ്ങിയുള്ളവയൊക്കെ കാണും യഹൂദന്മാർ മാത്രമായിട്ടുള്ളത്. എന്നാൽ പൊതുവായിട്ടുള്ള മറ്റുള്ള കൽപ്പനകൾ സകലരെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. അത് റോമക്കാരെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. എല്ലാ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഉള്ളതാണത്. ഞങ്ങൾക്ക് വേണ്ടാത്തതാണെന്ന് അതിൽ ഒന്നും പറയുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ആ നിലയിലാണ് റോമക്കാരോടും ഈ കാര്യം പറയുന്നത്. അവരും ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടവരായി. അവരും ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടവരായിരുന്നു. എങ്ങനെ എന്നിട്ട് ആ ബന്ധത്തിൽ നിന്നും വിമുക്തി പ്രാപിച്ചു? ഇതിന് തൊട്ടു മുകളിൽ നാം കണ്ടത് മരണമാണ് പ്രമാണത്തിൽ നിന്നും വിടുതൽ നൽകുന്നത് എന്നുള്ളതാണ്. ഭർതൃപ്രമാണം, പൊതുപ്രമാണം, ഇതൊക്കെ നാം കണ്ടു. മരണമാണ് അതിനൊക്കെയും വിടുതൽ നൽകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെയും ഒരു മരണം നടന്നു. 2, 3 വാക്യങ്ങളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ ഭർത്താവിന്റെ മരണമാണ് പൗലോസ് പറയുന്നത്. എന്നാൽ 4 മുതൽ നോക്കുമ്പോൾ ഭർത്താവല്ല മരിച്ചത്, പിന്നെ ഭാര്യ. ഏതാണ് ആദ്യ ഭർത്താവ്? ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന് മരിക്കുവാൻ സാധ്യമല്ല. കർത്താവ് പറയുകയുണ്ടായി, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. നിത്യദൈവത്തിന്റെ, പൂർണ്ണതയുള്ള ദൈവത്തിന്റെ നിത്യമായിട്ടുള്ള പൂർണ്ണതയുള്ളതായിട്ടുള്ള പ്രമാണമാണ് ന്യായപ്രമാണം. അതിനൊരു കേടുമില്ല. 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അത് നല്ലതാണ്, പൂർണ്ണതയുള്ളതാണ്, വിശുദ്ധമാണ്. അത് മരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കൽപ്പനകൾ നമുക്ക് പാലിക്കുവാൻ സാധിച്ചില്ല. അത് നമ്മുടെ കുറവുകളാണ്, ജഡത്തിന്റെ ബലഹീനത നിമിത്തം. 8-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുറവാ.
അവൾ അത് മരിക്കേണ്ട ആവശ്യമില്ല, അത് മരിക്കുവാൻ സാധ്യവുമല്ല. അപ്പോൾ ആ ഭർത്താവിന്റെ മരണം, ന്യായപ്രമാണത്തിന്റെ മരണം ഉണ്ടായി നമുക്കൊരു വിടുതൽ അസാധ്യമാണ്. പിന്നെ എങ്ങനെ ദൈവം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തു, പ്രാവർത്തികമാക്കി? ഭർത്താവ് മരിച്ചില്ല ഇവിടെ, പിന്നെ ഭാര്യ മരിച്ചു, ഭാര്യ മരിച്ചു, നാം മരിച്ചു. 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കുക. നാം കാണുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നോക്കുക, നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. എങ്ങനെ മരണം നടന്നു? കർത്താവ് തന്റെ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു, അല്ലെങ്കിൽ അവൻ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന് ശരീരമെടുത്തു? എബ്രായ ലേഖനം 2-ാം അധ്യായം, മരണം ആസ്വദിക്കേണ്ടതിന്. ശരീരമില്ലെങ്കിൽ മരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അവൻ ക്രൂശിൽ മരിച്ചു. അവൻ നമുക്കായിട്ടാണ് മരിച്ചത്. 6-ാം അധ്യായം നാം ചിന്തിച്ചപ്പോൾ, 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ നാം ചിന്തിച്ചപ്പോൾ നാം കാണുകയുണ്ടായി, കർത്താവ് മരിച്ച കാര്യം പറയുമ്പോൾ പൗലോസ് പറയുന്നത് നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചു. അപ്പോൾ കർത്താവിന്റെ മരണം നമ്മുടെ മരണമാ. അവനോടൊപ്പം നാം മരിച്ചു. അങ്ങനെ നാം മരിച്ചു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോഴും നമുക്ക് അത് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അല്ലെങ്കിൽ കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു. തന്റെ മക്കളാകുവാനുള്ള എല്ലാവർക്കും വേണ്ടിയും താൻ മരിച്ചു. അങ്ങനെ അവർ എല്ലാവരും മരിച്ചു എന്നുള്ളത് ദൈവദൃഷ്ടിയിൽ ദൈവം കാണുന്നു. അങ്ങനെ അവന്റെ മരണം നമ്മുടെ മരണമായിരുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചു. മരിച്ചത് കൊണ്ട് എന്തുണ്ടായി? ന്യായപ്രമാണവുമായിട്ടുള്ള ബന്ധമറ്റു. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. വീണ്ടും ഓർപ്പിക്കട്ടെ, ന്യായപ്രമാണം മരിച്ചില്ല, അതിന് മരിക്കുവാൻ സാധ്യമല്ല. ആദ്യ ഭർത്താവ് തുടരുകയാ, അതിന് മരിക്കുവാൻ സാധ്യമല്ല. കർത്താവ് അതിനെ നീക്കിയില്ല, നിവർത്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത് വിശുദ്ധമാ, അത് നല്ലതാ, തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. എന്നാൽ ആ ബന്ധത്തിന് എങ്ങനെ അറുതി വന്നു? നമ്മുടെ മരണത്താൽ. പൗലോസ് 2-3 വാക്യങ്ങളിൽ ഉദാഹരണം പറഞ്ഞപ്പോൾ ഭർത്താവിന്റെ മരണമാണ് പറഞ്ഞതെങ്കിൽ 4 മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് താൻ അപ്ലൈ ചെയ്യുമ്പോൾ ഭാര്യയാണ് ഇവിടെ മരിക്കുന്നത്. എങ്ങനെ മരിച്ചു? യേശു ക്രിസ്തു മരിച്ചതിനാൽ, അവന്റെ ശരീരത്തിലുള്ള അവന്റെ മരണത്താൽ അവനോടൊപ്പം നാം മരിച്ചു. ക്രിസ്തുവിനോടുകൂടി നാം മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി നാം മരിച്ചു എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തോടുള്ള ബന്ധം ആ നിലയിൽ മരണത്താൽ, ക്രിസ്തുവിനോടൊപ്പമുള്ള മരണത്താൽ ആ ബന്ധത്തിന് അറുതി വന്നു, അതറ്റു. അതാണ് വിടുതലിന്റെ മാർഗം. ഇനി രണ്ടാമതായിട്ട്, ഈ മാറ്റം അല്ലെങ്കിൽ ഈ വിടുതൽ കൊണ്ടുവന്ന വ്യതിയാനം എന്താണ്? 4-ാം വാക്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. അവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നാം വേറൊരുവന് ആയി. ന്യായപ്രമാണത്തിനല്ല ഇനി കടക്കാരായിരിക്കുന്നത്, വേറൊരുവനാകേണ്ടതിന്. ആരാണത്? ആ വേറൊരുവൻ എന്ന് പറയുന്നത് നാം അവിടെ കാണുന്നത് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ. അതാരാണ്? മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ. അത് കർത്താവിനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നാം കർത്താവിനുള്ളവരായി. ന്യായപ്രമാണത്തോടുള്ള ബന്ധം, കടപ്പാട് നീങ്ങി കർത്താവിനോട് ബന്ധവും കടപ്പാടുമുള്ളവരായി തീർന്നു. ആ ഭർത്തൃബന്ധം നീങ്ങി ന്യായപ്രമാണത്തോടുള്ളത്. ഇപ്പോ കർത്താവിനോടുള്ള ബന്ധത്തിലായി, അവനോടുള്ള ഭർത്തൃബന്ധത്തിലായി. എന്താണ് പിന്നെ ഈ വലിയ വ്യതിയാനത്തിന്റെ ഉദ്ദേശം? 4-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന്, ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന്. ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പാപത്തിലേക്കും ആ പാപം മരണത്തിലേക്കുമാണ് വഴി തെളിച്ചത്.
ആ നാം 5-ാം വാക്യം വായിക്കുമ്പോൾ അത് നാം കാണുന്നുണ്ട്. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ രാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥയാണ്, ന്യായപ്രമാണത്തിന് കീഴിലുള്ള അവസ്ഥയാണ്. ന്യായപ്രമാണം അതിന്റെ കൽപ്പനകൾ നമുക്ക് തന്നു, അതനുസരിപ്പാൻ നമുക്ക് സാധിച്ചില്ല, അത് നാം ലംഘിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? പാപമുണ്ടായി. പാപം എന്തുണ്ടാക്കും? വേർപാട്, മരണമുണ്ടാക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ പഴയ ജീവിതം. എന്നാൽ ഇപ്പോൾ ഇതാ ക്രിസ്തുവിനോട് നാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, മരിച്ചുയർത്തവനോട് നാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയ ജീവനിൽ നാം ജീവിക്കണം. അത് മാത്രമല്ല, ദൈവത്തിന് ഫലം കായ്ക്കണം. ഈ കാര്യങ്ങളാണ് ഇവിടെ 4-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന് നാം ഫലം കായ്ക്കണം. മുൻപത്തെ ബന്ധത്തിൽ ഫലമൊന്നുമില്ലായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ ബന്ധത്തിൽ ഫലകരമാവണം. ഇത് നാം ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ഇതാണ്: ന്യായപ്രമാണത്തിലെ കൽപ്പനകളാണോ കൂടുതൽ ഉന്നതമായിട്ടുള്ളത്, അതോ ക്രിസ്തു നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ കൽപ്പനകളാണോ കൂടുതൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ളത്? അല്ലെങ്കിൽ കഠിനം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ മനസ്സിലാകുന്നതിന്. പഴയ നിയമത്തിന്റെ കൽപ്പനകളായിരുന്നോ കഠിനമായിട്ടുള്ളത്, അതോ പുതിയ നിയമത്തിന്റെ കൽപ്പനകളാണോ കഠിനമായിട്ടുള്ളത്? നാം ഒന്ന് ഓർക്കേണ്ടത്, പഴയ നിയമത്തിന്റെ കൽപ്പനകൾ നാം ജഡത്തിലായിരിക്കുമ്പോൾ നീതിയോടെ ജീവിക്കുവാനുള്ള കൽപ്പനകൾ. എന്നാൽ പുതിയ നിയമത്തിലെ കൽപ്പനകൾ അതിലും ഉന്നതമാ. എന്താണ് പുതിയ നിയമത്തിലെ കൽപ്പന? നാം സ്വർഗീയരായി ജീവിക്കണം. ഈ ഭൂമിയില, ജഡത്തില, വളരെ പരീക്ഷകളുള്ള ഈ ലോകത്തില, വീഴ്ചകളുള്ള ഈ ലോകത്തില, ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ സ്വർഗീയരായി ജീവിക്കുവാൻ, പുത്രനെ പോലെ ജീവിക്കുവാനാണ് നമ്മോട് പുതിയ നിയമം പറയുന്നത്. ഏതാണ് കൂടുതൽ വിഷമകരം? പുതിയ നിയമം, സംശയമില്ല, അല്ലേ? ഈ ലോകത്തിൽ സ്വർഗീയരായി ജീവിക്കുവാൻ എങ്ങനെ സാധിക്കും? പ്രയാസമല്ലേ? അങ്ങനെ നോക്കാമെങ്കിൽ പുതിയ നിയമത്തിലെ കൽപ്പനയാണ് പ്രയാസമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, രണ്ടാമത്തെ ഭർത്താവ് നൽകുന്ന കൽപ്പനകൾ ഒന്നാമത്തതിലും കഠിനമാ. അപ്പൊ ഒന്നാമത്തതിൽ പരാജയമായിരുന്നെങ്കിൽ എങ്ങനെ ഈ പുതിയ ബന്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാം? സാധാരണ ഇതിനൊരു ഉദാഹരണം പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ള ഉദാഹരണമായിരിക്കാം. ഒരു ഭാര്യ വിവാഹം കഴിച്ചു. ഭർത്താവ് വളരെ കഠിനനായിരുന്നു. അനവധി കൽപ്പനകൾ, കഠിനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വീട്ടിൽ നൽകുമായിരുന്നു. രാവിലെ എഴുന്നേൽക്കണം. കുടുംബജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, രാവിലെ എനിക്ക് കട്ടൻ കാപ്പി വേണം, 4 മണിക്ക് തന്നെ വേണം, താമസിക്കരുത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വേണം, കുളിക്കാൻ ചൂടുവെള്ളം വേണം. ഇങ്ങനെ പല പല കൽപ്പനകൾ, രാത്രി വരെയും ചെയ്യേണ്ട, പകൽ മുട്ട് രാത്രി വരെയും ചെയ്യേണ്ട പല കൽപ്പനകൾ അവൾക്ക് നൽകി. വിവാഹം കഴിച്ചുപോയി, അവൾ അതെല്ലാം ചെയ്തു. അവൾ ആകെ വിഷണ്ണയായി. ഈ ബന്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു വിടുതൽ വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. വാസ്തവത്തിൽ ഒരു നാൾ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇനി വിവാഹം വേണ്ട, ഇനി ഇങ്ങനെയുള്ള ജീവിതം വേണ്ട എന്നൊക്കെ അവൾ തീരുമാനിച്ചു. എന്നാൽ പിന്നെയും ഒരു ആലോചന വന്നു, അവൾ വീണ്ടും വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് ആദ്യ ദിവസം തന്നെ പറഞ്ഞു, എനിക്ക് രാവിലെ കട്ടൻ കാപ്പി വേണം, അത് 3:30 രാത്രി അതിരാവിലെ 3:30 തന്നെ വേണം, കാരണം എനിക്ക് അതിരാവിലെ ജോലിക്ക് പോകണം. അങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ പറയുവാനായിട്ട് തുടങ്ങി. അവൾ വിചാരിച്ചടാ, ഇത് പഴയതിലും കഷ്ടമാണല്ലോ, അല്ലെങ്കിൽ വറചട്ടിയിൽ നിന്ന് തീയിലേക്ക് വീണ അവസ്ഥയാണല്ലോ ഇത് എന്ന് അവൾ ചിന്തിച്ചു. അവൾ വിചാരിച്ചു, എന്തായാലും കെട്ടിപ്പോയി, ഇതെല്ലാം അനുഭവിക്കാം, എന്റെ വിധിയായിരിക്കും എന്നൊക്കെ അവൾ പറഞ്ഞ് അവൾ വീണ്ടും കാര്യങ്ങൾ മുൻപോട്ട് പോകാനായിട്ട് തുടങ്ങി. അടുത്ത ദിവസം രാവിലെ കൽപ്പനകളൊക്കെ കിട്ടി. അടുത്ത ദിവസം രാവിലെ അവൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഇതാ ലൈറ്റ് ഓൺ ആണ് അവിടെ. ആരോ ജോലി ചെയ്യുന്നുണ്ട് അടുക്കളയിൽ. നോക്കിയപ്പോ ഭർത്താവ് തന്നെയാ. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞു, ഞാൻ കാപ്പി ഉണ്ടാക്കുക, എനിക്ക് നേരത്തെ കാപ്പി വേണം, ഞാൻ നിനക്കും ഉണ്ടാക്കുന്നുണ്ട്, നീ വിഷമിക്കണ്ട, പോയി കടന്നോ, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഓരോന്നും നോക്കുക. കൽപ്പനകൾ അവിടെ പഴയതിലും കഠിനമാ. എന്നാൽ വ്യത്യാസം ഇതാ, ഇവിടെ അദ്ദേഹം തന്നെ അതിനെ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ഇത് തന്നെ നാം കാണാം.
കൽപ്പനകൾ സ്വർഗീയരായി ഇവിടെ ജീവിക്കാനാണ് കൽപ്പന. എന്നാൽ അതിന് തൻ്റെ ജീവിതത്തിലെ മാർഗം മാതൃക താൻ നൽകുന്നു. അത് മാത്രമല്ല, നമുക്കെല്ലാ സഹായവും അവൻ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിന് ഫലം കായ്ച്ച് ജീവിക്കുമാർ ഇടയാകേണ്ടതിനുള്ള ഒത്താശകളെല്ലാം അവൻ നൽകുന്നു. അതാണ് പുതിയ ഭർത്താവ്, അതാണ് ക്രിസ്തു നമുക്ക്. ഇത് പഴയ ബന്ധത്തിലില്ലായിരുന്നു. ന്യായപ്രമാണം അത് നൽകിയിരുന്നില്ല, കൽപ്പനകൾ മാത്രം. എന്നാൽ ഇവൻ കൽപ്പനകൾ മാത്രമല്ല, തൻ്റെ മാതൃകയും തൻ്റെ സഹായവും അവൻ നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, ഈ ഒരു പുതിയ ബന്ധത്തിലാണ് ഉദ്ദേശത്തോടെ അവൻ ഈ പുതിയ ബന്ധം നൽകിയിരിക്കുക. വീണ്ടും ഓർക്കുക, എന്താണ് ഉദ്ദേശം? 4-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത് ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. 6-ാം വാക്യം കൂടി അത് ചേർത്ത് വായിക്കാം. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നൊഴിവുള്ളവരായിരിക്കുന്നു. നോക്കുക, തന്നെ സേവിക്കേണ്ടതിന്. 4-ാം വാക്യത്തിൽ നാം കണ്ടത് ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത് തന്നെ സേവിക്കേണ്ടതിന്. ഇവിടെ സേവിക്കേണ്ടതിന് എന്നുള്ള ആ വാക്ക് സാധാരണ ശുശ്രൂഷയെ കാണിക്കുന്നതല്ല, ഒരു അടിമവേലയെ കാണിക്കുന്നതാ. ഒരു അടിമ എങ്ങനെ ജോലി ചെയ്യുന്നുവോ ആ നിലയിൽ ദൈവത്തിന് പ്രസാദം വരുമാറ് നാം അവനെ സേവിക്കണം, അവന് ശുശ്രൂഷ ചെയ്യണം, ഫലകരമാവണം. തിരുവചനത്തിൽ ഫലം സംബന്ധിച്ച് എത്രയോ കാര്യങ്ങളാണ് നാം കാണുന്നത്. അധരഫലമുള്ളവരായിരിക്കണം, എബ്രായ ലേഖനം 13:15. അതുപോലെ പ്രയത്നഫലം ഉണ്ടായിരിക്കണം, റോമാലേഖനം 1:13, ഫിലിപ്പ് ലേഖനം 2:17. മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക, കർത്താവിൽ വളരുമാറാക്കുക, അതെല്ലാം അതിൽപ്പെടും. ജീവൽ ഫലമുള്ളവരായിരിക്കണം. അത് ആ നീതി ഫലത്തെക്കുറിച്ച് ഫിലിപ്പ് ലേഖനം 1:11 നാം കാണുന്നു. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യർ 5:22-23 വാക്യങ്ങൾ നാം കാണുന്നു. അതൊക്കെ ജീവൽ ഫലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ കാട്ടേണ്ടവയാണത്. പിന്നെ വെളിച്ചത്തിന്റെ ഫലമെന്ന് എഫേസ് ലേഖനം 5:9 നാം കാണുന്നു. അങ്ങനെ അനവധി ഫലങ്ങൾ വിശ്വാസികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിനായി, വേണ്ടുവണ്ണം ദൈവത്തെ സേവിക്കേണ്ടതിനായി, ശുശ്രൂഷിക്കേണ്ടതിനായി കർത്താവ് നമ്മെ ഈ പുതിയ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എത്ര ഫലമാ കായ്ക്കുന്നത്? ജീവിതം എങ്ങനെയുണ്ട്? ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അതിലൊക്കെ ആനന്ദിച്ച് സന്തോഷമായി ഇങ്ങനെ മുൻപോട്ട് പോകുന്നല്ലാതെ ദൈവജനത്തിനും ദൈവത്തിനും എത്രമാത്രം ഫലം ജീവിതത്തിൽ നിന്ന് വരുന്നുണ്ട്? എത്ര പേർ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടി ഇന്ന് കാണുന്നുണ്ട്? ആ ഉദ്ദേശം, ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉള്ളത്? നോക്കുക, നാം ആയിരുന്ന പഴയ ബന്ധത്തിൽ നിന്നും നമ്മെ വിടർത്തി പുതിയ ബന്ധത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഉദ്ദേശങ്ങളോടെയായിരുന്നു. എങ്ങനെ ബന്ധം കൊണ്ടുവന്നു? നമുക്കൊരു മരണമുണ്ടാക്കി. അങ്ങനെയാണ് ആദ്യ ബന്ധത്തിൽ നിന്നും നമ്മെ വിടർത്തിയത്. ഏത് മരണം? ക്രിസ്തുവിനോടുകൂടി മരിച്ചു. ക്രിസ്തുവിനോടുകൂടി നാം മരിക്കേണ്ടതിന് അവൻ മരിച്ചു. അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മരിച്ച് ഉയർത്തെഴുന്നേറ്റവനോട് നാം ബന്ധമുള്ളവരായി തീർന്നു. എന്തിനായി? ഈ ഏക ഉദ്ദേശത്തിനായി. അവനെ വേണ്ടുവണ്ണം സേവിക്കണം. ഫലകരമായ ജീവിതമായിരിക്കണം. പ്രിയമുള്ളവരെ, വചനം നാം കേൾക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം പരിശോധിക്കണം. എങ്ങനെ പോകുന്ന ജീവിതം നാം നോക്കണം. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എത്രമാത്രം കർത്താവിന് മഹത്വമായി നമ്മുടെ ജീവിതമാകുന്നുവെന്ന് നാം പരിശോധിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നും ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയം കഴിയാറായല്ലോ. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം ചിന്തിക്കുന്ന ഈ ആലോചനകളോട് ചേർന്ന് പറയാവുന്ന നല്ലൊരു ഉദാഹരണം നാം കാണുന്നുണ്ട്. എലിമെലക്, നവോമി, അവരുടെ കാര്യമൊന്നും ഞാൻ പറയുവാനായിട്ട് ആവശ്യമില്ല.
അവരുടെ മരുമകളെയും നമുക്കറിയാം, രൂത്ത്. ആ രൂത്തിന്റെ ഭർത്താവ് ആരാണെന്ന് നാം രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. മഹ്ലോൻ. മഹ്ലോൻ മഹ്ലോന്റെ ഭാര്യയായിരുന്നു രൂത്ത്. മഹ്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം വീക്ക്, ബലഹീനമായത്. ആ ബന്ധം ഒന്ന് നോക്കുക. രൂത്തും മഹ്ലോനുമായിട്ടുള്ള ബന്ധം ഒരു ഫലവുമില്ലായിരുന്നു. ഒരു ഫലവുമില്ലായിരുന്നു. അവനൊടുവിൽ മരിക്കുകയും ചെയ്തു. പിന്നെ അവൾ ബേത്ലഹേമിൽ വരുന്ന ചരിത്രം നാം 2-ാം അധ്യായത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിന്റെ അവസാനവും 2-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ കാണുന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നാം കാണുന്നുണ്ട്. അവളുടെ വീണ്ടെടുപ്പ്. അവൾ പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബോവസിന്റെ ഭാര്യയായി തീരുന്നു. ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൻ ഹിം ഈസ് സ്ട്രെങ്ത്. അവനിലാണ് ശക്തി, അവനിലാണ് ബലം. അതാണ് ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇനിയും ആ ബന്ധത്തെ ഒന്ന് നാം നോക്കുക. ആ ബന്ധത്തിൽ നിന്നും ഉളവായവനാണ് ആര്? ഓബേദ്. ഓബേദ് ദാവീദിന്റെയൊക്കെ പൂർവ്വപിതാവ്. ഞാനത് പറയുവാൻ ആവശ്യമില്ല. ഓബേദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സെർവന്റ്, ദാസൻ. ദാസൻ, ശുശ്രൂഷിക്കുന്നവൻ. നോക്കുക, രൂത്തിന്റെ ബലഹീന ബന്ധങ്ങൾ മാറി, ബലഹീന അവസ്ഥ നീങ്ങി. അവളിതാ പുതിയൊരു ബന്ധത്തിൽ. ഏത് ബന്ധത്തിൽ? ബോവസുമായിട്ടുള്ള ബന്ധത്തിൽ. അവനിലാണ് ബലം. ആ ബന്ധത്തിൽ ഇതാ ശുശ്രൂഷകൾ ആവിർഭവിക്കുന്നു. ഓബേദ്, ദാസൻ എന്നർത്ഥം വരുന്ന ഓബേദ്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും അത് തന്നെയാണല്ലോ. ആദ്യത്തെ ബന്ധം നീങ്ങി, അതിലൊരു ഫലവും ഉണ്ടായില്ല. ന്യായപ്രമാണത്തിന്റെ കുറ്റമല്ല അവിടെ കാരണം. പിന്നെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം, നമ്മുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം. എന്നാൽ ദൈവം കൃപയാൽ നമുക്കൊരു മരണം തന്നു. എങ്ങനെ? ക്രിസ്തുവിനോടുകൂടെ. ക്രിസ്തു മരിച്ചു, അത് നമ്മുടെ മരണമായി തീർന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, നാമും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ മരിച്ച് ജീവിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവനോടുള്ള ബന്ധത്തിലായി നാം, അവനുള്ളവരായി നാം, അവൻ നമ്മുടേതായി. എന്ത് നമ്മിൽ നിന്നും പുറപ്പെടണം? സേവിക്കേണ്ടതിന്. ഓബേദ് എന്ന വാക്ക് ഓർക്കുക. സേവിക്കേണ്ടതിന്. ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന്. അങ്ങനെ നാം അവന് അടിമകളായി സേവിക്കുമ്പോൾ എന്തുണ്ടാവും? അതാണ് നാം 4-ാം വാക്യത്തിൽ കണ്ടത്. ദൈവത്തിന് ഫലമുണ്ടാകേണ്ടതിന്, ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നാം പരിശോധിക്കുക. ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായി ജീവിക്കുവാൻ ഏറെ ആവശ്യമുണ്ട്. അതിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം ഇത് ചിന്തിച്ചത്. 1-ാം വാക്യത്തിൽ താൻ പറഞ്ഞു, ഏതൊരു നിയമവും മരണം അല്ലെങ്കിൽ ജീവിച്ചിരിക്കും കാലമാണ് അതിന് അധികാരമുള്ളത്. പിന്നെ ഭർത്തൃന്യായ പ്രമാണം അല്ലെങ്കിൽ ഭർത്തൃപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. അതും മരണമാണ്. ഒരു ഭർത്താവിന്റെ മരണമാണ് ഭാര്യയ്ക്ക് ആ ബന്ധത്തിൽ നിന്നും വിടുതൽ നൽകുന്നത്. 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ ഭാര്യ മരിച്ചു ക്രിസ്തുവിന്റെ മരണത്താൽ. അങ്ങനെ ന്യായപ്രമാണത്തിൽ നിന്നും വിടുതലുള്ളവരായി, കർത്താവിനുള്ളവരായി. എന്തിനായി? സേവിക്കേണ്ടതിന്. അതിൽ നിന്ന് എന്തുണ്ടാവണം? ദൈവത്തിന് ഫലം കായ്ക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ സമ്മിശ്രമാണ്. അതിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ ഒടുവിൽ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് കരുതാം. കർത്താവിനായി ഫലം കായ്ക്കാം. അങ്ങനെ വരുന്ന ആളുകൾ ജീവിക്കുവാൻ നാം ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.